ആകെ ഇക്ക വന്നതിലുള്ള കമ്മലാണത്. ഏതായാലും കുഴപ്പമില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ. മോളെ എന്തുമ്മ? എന്നാ മോള് പറഞ്ഞ പൈസ നാളെ തന്നെ കൊണ്ടുവന്ന് കൊടുക്ക്. താങ്ക് യു ഉമ്മ. ഓഹോ, അപ്പൊ പൈസ കൊടുത്തല്ലേ ഉമ്മ? ബബില, എന്ത് ഇഷാന? നീ അറിഞ്ഞ ഉമ്മക്ക് ആദ്യം കിടന്ന കമ്മലേ പണയം വെച്ച് അവക്ക് 10,000 രൂപ കൊടുത്തേക്കുന്നു. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കുമ്പോഴാണ് ഒരു കാര്യത്തിനും പൈസ ഇല്ലാത്തത്. ഇപ്പൊ അവൾ ഇച്ചിരി ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ ഉമ്മ ഉടനെ അത് പണയം വെച്ച് അവക്ക് പൈസ കൊടുത്താ? ആകെ ഉണ്ടായിരുന്ന ഒരു തരി പൊന്നായിരുന്നു അത് ഉടനെ അവക്ക് വേണ്ടി പണയം വെച്ച്. ഇത്രയും നാളായിട്ട് നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പാടിന് വാപ്പ തന്നാ ഒരു സ്വർണ്ണം നമ്മൾ ബാക്കി വെച്ച് എടുത്ത് പണയം വെച്ച ഇല്ലല്ലോ. ഇപ്പൊ എന്തിനാണ് പണയം വെച്ചത്? അവള് വിഷമിച്ച് ഈ ഒരു കാര്യത്തിന് ഇനി ചോദിച്ചപ്പോ ഞാൻ പിന്നെ എന്തോന്ന് ചെയ്യാനും മോളെ, അവളൊന്നും കഴിക്കാതെയൊക്കെ കിടന്നായിട്ട് അപ്പൊ ഞാൻ അവൻ കൊടുത്തു. നിനക്ക് എന്തേടി ഉമ്മ അല്ലേ തന്നത്? നിനക്ക് ഒരു കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ സുമി? ഈ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്റെ ആഗ്രഹമാണ്. ഞാൻ അതിന് വേണ്ടി ഉമ്മടുത്ത് പറഞ്ഞ്. ഞങ്ങളും ടൂർ ഒന്നും പോയിട്ടില്ല, ഞങ്ങൾ നിന്നെ പോലെ തന്നെയാണ് പഠിക്കാൻ പോണത്. നിനക്ക് എന്ത്? അപ്പൊ നമുക്കും ഇനി എന്തെങ്കിലും പൈസയുടെ ആവശ്യം വരുമ്പോ ഞാനും അവളും കൂടി പട്ടിണി കിടക്കും. അപ്പൊ ഉമ്മ നമുക്ക് എവിടെന്നെങ്കിലും ഇങ്ങനെ പൈസ ഒപ്പിച്ചോണ്ട് തന്നാ മതി. നീ വാ, ഇവരുടെ സംസാരിച്ചിട്ട് കാര്യമില്ല.